അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രൈ പോലത്തെ ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്രൈ പോലെയാണ് അതിൻ്റെ ടേസ്റ്റും മസാലയൊക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കുകയാണ്. എന്നാലാണ് ഈ ഒരു റോസ്റ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഒന്നും കൂടി മുരിഞ്ഞ് വരും. അതെല്ലാം നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ നമ്മൾ എടുക്കണ ചെമ്മീനനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിപ്പോൾ 1 കിലോ ചെമ്മീനാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കണത്. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഉള്ളി മുരിഞ്ഞതുപോലെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് അതേ കളറിൽ തന്നെ വരണം. എന്നിട്ട് ബാക്കി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും അതേപോലെ തന്നെ ഏകദേശമൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയും എരിവിനനുസരിച്ച് നമ്മളെടുക്കുന്ന ചെമ്മീനനുസരിച്ചും ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പൊടികളും കുറച്ച് നേരം അതിൽ കിടന്ന് ഒന്ന് വാടി വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീനായതുകൊണ്ട് കുറച്ച് പുളി അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ചെമ്മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് മസാല കിടന്ന് വെന്ത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വെന്ത് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ്. ഇനി മസാലക്ക് കുറച്ച് ഉപ്പും കൂടി വേണം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നാക്കി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1 കിലോ ചെമ്മീനാണ് കേട്ടോ. നന്നാക്കി വരുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചെമ്മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ കുടലൊക്കെ കളയണം. അത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ അടിയിൽ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് ചെമ്മീൻ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ മൂടി മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഞാൻ തക്കാളി 2ാമത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഞാനിതേപോലെ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ്. മൺകല ആയതുകൊണ്ട് പ്രത്യേകിച്ച് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചെമ്മീൻ മുരിയുകയും ചെയ്യും. നല്ല മുരിഞ്ഞ മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ ചെമ്മീൻ വേവുന്നത് വരെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് എല്ലാം വീണ്ടും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ തക്കാളിയും എല്ലാം വെന്തിട്ടുണ്ട്, ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ടതിലും കളറൊക്കെ നന്നായിട്ട് മാറി കേട്ടോ.
മസാല നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ റോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ റോസ് ചീര ഉലത്തിയതാണ് കേട്ടോ കറി. അപ്പം ഇങ്ങനെ ചെമ്മീൻ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ആ ചെമ്മീൻ്റെ മസാല, ചെമ്മീൻ്റെ ടേസ്റ്റ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചെമ്മീൻ ടേസ്റ്റാണ്. ഒരു 2-3 ചെമ്മീനും കുറച്ച് ഗ്രേവി മതി നമുക്ക് ഒരു പാത്രം ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.